ഒന്ന് കാണിച്ചു കൊടുക്കാം. റോഷ്നി, നമ്മുടെ ഗേൾസ് ടീം വരൂ. ബോയ്സ് ടീം അവിടെ നിൽക്കൂ. ഗേൾസ് ടീം ഞങ്ങളൊന്ന് പോയി പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കൂടെ ഓടിക്കോളൂ. വിനേഷ് ഉളവണ്ണയാണ് എനിക്കൊപ്പം ഉള്ളത്. ഇന്ന് ഓട്ടത്തോടായിരിക്കും വിനേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ. അപ്പൊ അതായത് ടീം റിപ്പോർട്ടിംഗ് ആണ്. നമ്മള് സിംഗിൾ ആയിട്ടല്ല, നമ്മള് കൂട്ടം ഇതാ വരുന്നു. അപ്പോ ഇതാണ് നമ്മളെ MT സാറിന്റെ പേരിലുള്ള വേദി. ആമിന, കഴിഞ്ഞ ദിവസമേ വന്ന് ഇതൊക്കെ കണ്ടല്ലേ? ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നു. ഇപ്പൊ ഇവിടെ മനോഹരമായ MT സാറിന്റെ ഒരു ചിത്രമുണ്ട്. അവിടെ MT സാറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിളയെക്കുറിച്ചുള്ള വരികളുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം വളരെ അടുത്ത കാലഘട്ടത്താണ് നമ്മുടെ MT സാറ് വിട്ടുപോയത്. 10 ദിവസമേ ആയിട്ടുള്ളൂ. അതെ, അപ്പം അദ്ദേഹത്തിനുള്ള ഒരു ആദരവാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു സങ്കടം. തീർച്ചയായും അദ്ദേഹത്തോടുള്ള ഒരു ആദരം നമ്മൾ കൊടുക്കുകയാണ്. അഞ്ജലിയും സുനീഷയും നമ്മളെക്കാളൊക്കെ കുറച്ചുകൂടി ഈ ഒരു സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന MT സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. നിളയോടുള്ള സ്നേഹത്തെ പറ്റിയുള്ള വാചകമാണ്. ആ വാചകത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ആ നിളാതീരത്ത് ഒരു കൊതുമ്പുവെള്ളം പോകുമ്പോൾ കുട ചൂടി ആ മഴയത്ത് നിൽക്കുന്ന MTയുടെ ഒരു ചിത്രവും. അതെ, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരികളുമാണത്. ഇപ്പൊ നമ്മൾ ഓരോ വേദികൾക്കും 25 വേദികൾ. റോഷ്നിയും നിളയുടെ തീരത്ത് കൂടി അല്ലേ? അതെ, നാട് അതാണ്. ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ അത്രയേറെ പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ച്. വള്ളുവനാട്ടിലെ ഓരോ ആളുകൾക്കും ആ നദിയോട് അത്രത്തോളം അടുപ്പമുണ്ട്. അപ്പോൾ MT വാസുദേവൻ നായരുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഓരോ വേദികൾ 25 വേദികളും ഈ നദികളാവുമ്പോൾ കുട്ടികൾ ഇതിലൂടെ ഒഴുകാൻ പോവുകയാണ്. അപ്പോൾ അതിനൊപ്പം നമ്മൾ ഒഴുകിയെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കറിയാത്ത അത്ഭുതങ്ങൾ ഒരുപക്ഷെ അവർ അവരുടെ കലയുടെ വാത്മീകത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതിലേക്കൊക്കെ നമ്മൾ പോവല്ലേ സുനിഷ? ഉറപ്പായിട്ടും പോകും. ഉറപ്പായിട്ടും. അതിനാണല്ലോ നമ്മളിങ്ങനെ രാവിലെ മുതൽ തുടങ്ങി ഇതല്ലേ. ഇതിന് പുറത്ത് വീണയുടെ ആകൃതിയിലാണ് ഇവിടുത്തെ കൊടിമരം തയ്യാറാക്കി. അതെ അതെ അതെ, എല്ലാം ഒരു ആർട്ടിസ്റ്റിക്. അതാണ് മുഴുവൻ പ്രത്യേകത ഉള്ളതാണ് ഈ 63ാമത് കലോത്സവം. അതുപോലെ നമ്മുടെ റിപ്പോർട്ടിങ്ങും ഈ ഒരു ഗ്യാങ് റിപ്പോർട്ടിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചോ? ഇല്ല, നമ്മൾ ഇനി ഒരുപാട് നല്ല സ്റ്റോറികൾ കൊടുക്കും, വൈബാക്കും, കളറാക്കും. ഇവിടെ എല്ലാം കിട്ടും. ഇതൊരു ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ്. അതെല്ലാം കിട്ടുന്ന. അപ്പോൾ എല്ലാം കിട്ടും. ആ എല്ലാം കിട്ടുന്നത് വളരെ വേഗത്തിലാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളെ സമ്മതിക്കണം കേട്ടോ. അവർ നമ്മുടെ കൂട്ടത്തിൽ ഓടാൻ ഇങ്ങനെ പാടുപെട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി ടീം അവിടെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു.